നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ വീണ്ടും അതിശക്ത മഴയ്ക്ക് സാധ്യത. കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെതാണ് മുന്നറിയിപ്പ്. ഇന്ന് രാത്രി ഏറെ സൂക്ഷിക്കണം. അതിശക്ത മഴയ്ക്ക് സാധ്യതയുള്ള 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വ്യാഴാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ആയിരിക്കും. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ മഴ തുടരുകയും റെഡ് അലർട്ട് നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നാളെ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, പരിശീലന സ്ഥാപനങ്ങൾ, സ്പെഷ്യൽ ക്ലാസുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. റെഡ് അലർട്ടുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ നിയന്ത്രണങ്ങളും പൊതുജനങ്ങൾ കർശനമായി പാലിക്കണം. വിനോദസഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണം. സുരക്ഷിതമായ താമസ സ്ഥലങ്ങളിൽ തന്നെ തുടരുകയും അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്യണം. താമരശ്ശേരി ചുരം, ബോയ്സ് ടൗൺ, പാലിച്ചുരം വഴിയുള്ള യാത്രക്കാർ എന്നിവർ അതീവ ജാഗ്രത പാലിക്കണം. കേരളത്തിലേറെ ഭയപ്പെടേണ്ടത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലെ വെള്ളപ്പൊക്ക സാധ്യത. അതിശക്ത മഴയ്ക്ക് സാധ്യതയുള്ള 6 ജില്ലകൾ എടുത്തു പറയുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജലനിരപ്പ് അപകടകരമായ രീതിയിൽ തുടരുന്നതിനാൽ കേന്ദ്ര ജല കമ്മീഷൻ ഇനി പറയുന്ന നദികളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന നദികൾ പത്തനംതിട്ട അച്ചൻകോവിൽ, മണിമല, കോട്ടയം മീനച്ചിൽ, തിരുവനന്തപുരം കരമന യെല്ലോ അലർട്ട്, പത്തനംതിട്ട പമ്പ നദിയിൽ യെല്ലോ അലർട്ട്, തൃശൂർ കരുവന്നൂർ, ഗായത്രി എന്നീ നദികളിൽ യെല്ലോ അലർട്ട്. മേൽപ്പറഞ്ഞ നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. അധികൃതരുടെ നിർദ്ദേശാനുസരണം വെള്ളപ്പൊക്ക സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ ശ്രദ്ധിക്കണം. മഴക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പത്തനംതിട്ടയിലെ ദുരന്ത മേഖലകൾ സന്ദർശിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ ആറന്മുളയിലെത്തിയ വി ഡി സതീശൻ തുടർന്ന് റാന്നി ഉൾപ്പെടെയുള്ള മേഖലകൾ സന്ദർശിച്ചു. ദുരിതബാധിതരുമായി നേരിട്ട് സംവദിച്ചു. മഴക്കെടുതി അനുഭവിക്കുന്നവർക്കുള്ള അടിയന്തര ആശ്വാസ സഹായങ്ങൾ സംബന്ധിച്ച തീരുമാനങ്ങൾ നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം കൈക്കൊള്ളും. തിങ്കളാഴ്ച പെയ്തിറങ്ങിയ അതിശക്ത മഴ. ഇപ്പോൾ മഴയുടെ ശക്തി കുറഞ്ഞു എങ്കിലും വെള്ളക്കെട്ടുകെടുതികളും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും തുടരുന്നു. 3 ദിവസങ്ങൾ കൊണ്ട് സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം 20ആയി. മലവെള്ളപ്പാച്ചിലിൽ കാണാതായത് 7 പേർ. അവർക്ക് വേണ്ടി തിരച്ചിൽ തുടരുന്നു. എല്ലാ കാലത്തും കേരളത്തിൻ്റെ ശക്തിയാണ് മഴക്കാലം. എന്നാൽ മഴക്കാലം ഇപ്പോൾ ഭീതിതമായ ഒരു അനുഭവമായി മാറുന്നു. പെയ്തിറങ്ങുന്ന മഴ അളക്കാൻ മഴമാപിനികൾ പോലും അത്യാവശ്യത്തിന് കേരളത്തിലില്ല. കേരളത്തിലെ ദുരന്ത നിവാരണത്തിൻ്റെ അവസ്ഥയാണിത്. മഴക്കെടുതി ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി, ആറന്മുള മേഖലയിലുള്ളവർ. കോട്ടയം, തിരുവാർപ്പ് അടക്കമുള്ള പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. പാല, മീനച്ചിൽ ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ ഇക്കുറി അനുഭവപ്പെട്ടത് പ്രളയ സമാന സാഹചര്യം. 2018 പ്രളയത്തിന് ഏറെക്കുറെ സമാനമായിരുന്നു മീനച്ചിൽ താലൂക്കിലെ പല ഭാഗങ്ങളിലും ഇക്കുറിയുണ്ടായ വെള്ളപ്പൊക്കം. തിരുവാർപ്പിലെ വെള്ളപ്പൊക്കം 2018 മഹാപ്രളയത്തിനേക്കാൾ ശക്തം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്ത മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ജനങ്ങളിൽ ഭീതി പടർത്തുകയാണ് ഇത്തരം മുന്നറിയിപ്പുകൾ. പെയ്തിറങ്ങുന്ന മഴവെള്ളം, അതാണ് മിക്കയിടങ്ങളിലും പ്രളയ കാരണം. സംസ്ഥാനത്ത് വീണ്ടും പെരുമഴ പെയ്ത്തിന്റെ സൂചനകളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്. പത്തനംതിട്ട ജില്ലയിലെ റാന്നി, ആറന്മുള പ്രദേശങ്ങളിലുള്ളവർ തികഞ്ഞ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ആ പ്രദേശങ്ങളിലെ നദികൾ ഇപ്പോഴും കര കവിഞ്ഞ് തന്നെ നിൽക്കുന്നു. മീനച്ചിൽ താലൂക്കിലും സമാനമാണ് സാഹചര്യം. കോട്ടയം ജില്ലയിൽ നിന്നൊഴുകുന്ന വെള്ളം ഇപ്പോൾ പടിഞ്ഞാറൻ മേഖലയിൽ കൂടുതൽ ഭീതി വിതയ്ക്കുന്നു. കുട്ടനാട്, തിരുവല്ല തുടങ്ങിയ മേഖലകളും അപായ സൂചന നൽകുന്നു. വരുന്ന 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഇന്ന് രാത്രിയും നാളെയും അപകടകരമായ മേഖലകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.